നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഇത്തവണയും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കിരീടം ചൂടാൻ സാധിച്ചിട്ടില്ല. അത് കരീം ബെൻസിമ ചൂടി അൽ ഇത്തിഹാദ് സ്വന്തമാക്കിയല്ലോ. എന്നാൽ ഇപ്പോൾ ഇത്തവണത്തെ പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡിനുള്ള നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ കരീം ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്ക് നേർ വരികയാണ്. ഇത്തവണ ആരായിരിക്കും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടുക എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും SPL പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ്സിന്റെ നോമിനേഷൻ ലിസ്റ്റ് നോക്കാം. അതിലുള്ളത് ഇപ്പോൾ അൽ ഷബാബിന്റെ താരം ക്രിസ്റ്റ്യൻ ഗ്വാൻകെ ഉണ്ട്. അതുപോലെ അൽ അഹ്ലിയുടെ ബ്രസീലിയൻ താരം റോജർ ഇബാനസ് ഉണ്ട്. കൂടാതെ സലേം അൽ ദൗസാരി, അൽ ഹിലാലിന്റെ സൂപ്പർ താരം സലേം അൽ ദൗസാരി ഉണ്ട്. ഒപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ, അൽ നസറിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന് പരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ട്രെയിനിങ് പുനരാരംഭിച്ചിട്ടുണ്ട്. കരീം ബെൻസിമ, സോ ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്ക് നേർ വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നർത്ഥം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി സീസൺ ആവാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. അതേസമയം കരീം ബെൻസിമക്കുള്ള ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ടീമാണ് ഇത്തവണ കിരീടം ചൂടിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സീസണിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കണക്കുകൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം അൽ നസറിന് വേണ്ടിയിട്ട് ഈ സീസണിൽ 39 മത്സരങ്ങൾ കളിച്ചിട്ട് 33 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. അതായത് 37 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓരോ 91 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന നിലക്കാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 196 ഷോട്ടുകൾ തീർത്തു, 85 എണ്ണം ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. 50% അദ്ദേഹത്തിന്റെ ക്ലിയർ ചാൻസ് കൺവേർഷൻ റേറ്റ്, 52 കീ പാസുകൾ കൊടുത്തു. സോ ഈ പ്രായത്തിലും 41 വയസ്സിലും അദ്ദേഹം മിന്നി കത്തുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.